ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കൊത്തു പൊറോട്ടയാണ്. തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുള്ള ആർക്കും കൊത്തു പൊറോട്ടയുടെ ടേസ്റ്റ് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊത്തു പൊറോട്ട നല്ല കിടിലനായിട്ട് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊത്തു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 6 പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പൊറോട്ടയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ 6 കൊത്തു പൊറോട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും പച്ചക്കറികളാണ് ആവശ്യം. ഇതിൽ ഞാൻ ബെൽ പെപ്പർ കൂടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഇതും കൂടി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 8-10 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 മീഡിയം സൈസ് സവാള, 2 തക്കാളി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ പൊറോട്ട ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുള്ളിയിട്ട് കൊടുക്കണം. ഇതേപോലെ കൈവച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ലെയറൊക്കെയുള്ള പൊറോട്ട ആവുമ്പോൾ ആ ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കൈകൊണ്ട് മുറിച്ചിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിയും കൂടി ഉണ്ട്. നമുക്ക് കത്രിക വെച്ചിട്ട് ഇത് മുറിച്ചെടുക്കാം. അതിനായിട്ട് പൊറോട്ട ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്യുക. റോൾ ചെയ്ത ശേഷം ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. തീരെ ചെറിയ പീസും ആവാൻ പാടില്ല, ഒരുപാട് വലിയ പീസും ആവാൻ പാടില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്നും കൂടി നടുഭാഗത്ത് ഒന്നും കൂടി ഒന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കത്രിക വെച്ചിട്ട് എല്ലാ പൊറോട്ടയും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഈസി എന്ന് പറയണത് ഈ കത്രിക കൊണ്ട് ചെയ്യാനാണ്. പെട്ടെന്ന് തന്നെ പരിപാടി തീരും. അപ്പോൾ ഇതേപോലെ 6 പൊറോട്ടയും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ പൊറോട്ടകളെല്ലാം ഇവിടെ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ടും കത്രിക കൊണ്ടും ഒക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, ഏതായാലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില്ലി കൊത്തു പൊറോട്ടയാണ്, അപ്പോൾ ഞാൻ മുളക് പൊടി നന്നായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് അനുസരിച്ച് കുറയ്ക്കുക. ഇനി നിങ്ങൾക്ക് എരിവ് നല്ലോണം ഭയങ്കര നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 മീഡിയം സൈസ് സവാള, അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം തക്കാളി ആഡ് ചെയ്യുക. 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് വഴറ്റി പേസ്റ്റ് പരുവത്തിലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ഒരു ഫുള്ള് ക്യാപ്സിക്കം അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടായിരുന്നത് കൊണ്ട് അതും കൂടി ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ എത്ര പൊറോട്ട എടുക്കുന്നതനുസരിച്ച് ബാക്കിയുള്ള പച്ചക്കറികളുടെ എണ്ണമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3.5 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മുളക് പൊടി താല്പര്യമില്ല ഇടണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുക. അതാകുമ്പോൾ നല്ല കളറ് കിട്ടും, എരിവും കുറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയ ശേഷം വീണ്ടും ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക.
പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അത് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായം അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ കൊത്തി നുറുക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒരു ചട്ടുകം വെച്ചിട്ട് നന്നായിട്ട് കൊത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തടി കൊണ്ടുള്ള ചട്ടുകം വെച്ചിട്ട് കൊത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പാന് പെട്ടെന്ന് കേട് വന്ന് പോവും. നന്നായിട്ട് ഞാനൊരു 7 മിനിറ്റ് ഇതേപോലെ തവി വെച്ചിട്ട് കൊത്തി എടുത്തിട്ടുണ്ട്. തവിയല്ല, ചട്ടുകം വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കൊത്തി നന്നായിട്ട് ഇതേപോലെ ഇടിച്ച് ശരിയാക്കി എടുക്കുക. ഒരു 7 മിനിറ്റ് ഞാൻ എടുത്തു ഇത് നന്നായിട്ട് കൊത്തി റെഡിയാക്കാനായിട്ട്. കൊത്തി റെഡിയാക്കിയ ശേഷം ഒന്നും കൂടി അടി കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ കൊത്തി റെഡിയാക്കുന്നതിലാണ് ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് വരിക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ സാലഡാണ്. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ തൈരിലരിഞ്ഞിട്ട് എടുക്കണ സാലഡില്ലേ, അതാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ ഇത് കഴിക്കാൻ നേരത്ത് ഒരു അരമുറി ചെറുനാരങ്ങ കൂടി ഇതിൻ്റെ മുകളിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ മറക്കാതെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ടാറ്റാ ബൈ.